കേരള യൂണിവേഴ്സിറ്റി 4 ഇയർ ഡിഗ്രി പ്രോഗ്രാം ബികോം തേർഡ് സെമസ്റ്ററിലെ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു DSE കോഴ്സാണ്. ഓക്കെ, ഈ DSE എന്ന് ഉദ്ദേശിക്കുന്നത് ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ്. സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഈ ബികോം എന്ന് പറയുന്നത് പല എലക്റ്റീവ് ഉണ്ട്. ബികോം എന്ന് പറയുന്ന ഒരു ഒറ്റ കോഴ്സായിട്ടല്ല, പല കോളേജുകളിലും പല എലക്റ്റീവ്സാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ബികോം ഫിനാൻസ് ഉണ്ട്, ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ബികോം കോ ഓപ്പറേഷൻ, ബികോം ടാക്സേഷൻ, ഇങ്ങനെ പല എലക്റ്റീവ് ഉണ്ട്. ഈ ഇലക്റ്റീവ്സുകളിൽ ബികോം ഫിനാൻസ് സെലക്റ്റീവായിട്ട് എടുക്കുന്നവരാണ് തേർഡ് സെമ്മിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് പഠിക്കേണ്ടത്. ബാക്കി ഇലക്റ്റീവ്സുകാർക്ക് വേറെ സബ്ജക്റ്റ് ആയിരിക്കും. സോ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കുക, നമ്മൾ ഈ പറയുന്ന DSE, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന DSE ബികോം ഫിനാൻസിൻ്റെ DSE ആയിട്ടാണ് പഠിക്കുന്നത്. സോ ഈ ഒരു സബ്ജക്റ്റ്, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ എല്ലാ മൊഡ്യൂൾസും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഈ ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ബികോം ഫിനാൻസ് പഠിക്കുന്നവർക്കാണ് യൂസ്ഫുൾ ആകുന്നത്. ഓക്കെ, സോ നമ്മുടെ സിലബസ് അനുസരിച്ച് ഇവിടെ 5 മൊഡ്യൂളായിട്ടാണ്. ഈ 5 മൊഡ്യൂളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ടായിരിക്കും അവൈലബിൾ ആകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ പറയുകയാണ്, കംപ്ലീറ്റ് ആയിട്ട്, അതായത് ഈ സബ്ജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് 5 മൊഡ്യൂളും ഫുള്ളി കവർ ചെയ്തുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ടായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ സിലബസ് അനുസരിച്ച് ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അവിടെ പ്രധാനമായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക മാത്രമല്ല, സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, പലതരം ഇൻവെസ്റ്റേഴ്സ് ആരൊക്കെയാണ്, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രോസസ്സ്, നമ്മൾ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. പ്രോസസ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റെപ്സ് ആണ്. നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റിന് നമ്മൾ എന്തൊക്കെ പ്രധാനപ്പെട്ട സ്റ്റെപ്സ് എടുക്കണം. പിന്നെ റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് എന്ന് പറയും. അതായത് ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ച് ഏതൊക്കെ തരത്തിൽ റിസ്ക് എടുത്താൽ എങ്ങനെയൊക്കെ റിട്ടേൺസ് കിട്ടാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇൻട്രൊഡക്ഷൻ്റെ ഫസ്റ്റ് യൂണിറ്റ് വരുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ സ്പെക്കുലേഷനും ഗാംബ്ലിങ്ങും, കുറച്ച് വലിയ ടോപ്പിക്കുകളാണ്. ഇൻട്രൊഡക്ഷൻ എന്ന പേരാണെങ്കിൽ പോലും സിലബസിലെ ഈ ഓരോ ടേമും, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓരോ വേർഡും ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ നല്ലപോലെ ഡിഗ് ചെയ്ത് വെൽ എക്സ്പ്ലെയിൻഡ് നോട്ട് തന്നായിരിക്കും പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ്, സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, പ്രധാനപ്പെട്ട ഇൻവെസ്റ്റേഴ്സ് ആരൊക്കെയാണ്, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഗാംബ്ലിംഗ്, സ്പെക്കുലേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയായിരിക്കും നമ്മൾ ഒന്നാമത്തെ മൊഡ്യൂളിൽ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് എൻവയോൺമെൻ്റ് ആണ്. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കണം, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ആ ഒരു ഏരിയ ആയിട്ട് വരും. നമ്മൾ പ്രധാനമായിട്ടും എന്തൊക്കെ കാര്യം, നമ്മുടെ എൻവയോൺമെൻറ്റ്, ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പോഴത്തെ എൻവയോൺമെൻറ്റ് ഓക്കെ ആണോ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ടൈം വാല്യൂ ഓഫ് മണി. നമ്മൾ ഇന്നൊരു 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 10 വർഷത്തിന് ശേഷം 120 രൂപ കിട്ടുമെന്ന് പറയുമ്പോൾ അതിൻ്റെ ടൈം വാല്യൂ ഓഫ് മണി കൂടി നോക്കണം. ടൈം വാല്യൂ ഓഫ് മണി അനുസരിച്ച് ഈ കിട്ടുന്ന റിട്ടേൺ ഓക്കെ ആണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിത്ത് പ്രോബ്ലം, ടൈം വാല്യൂ ഓഫ് മണിയുടെ പ്രോബ്ലംസ് അനുസരിച്ച് തന്നെ പഠിപ്പിക്കാം. പ്രോബ്ലംസ് പരീക്ഷയ്ക്ക് ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും ഈ ടൈം വാല്യൂ ഓഫ് മണി എന്ന ടോപ്പിക് ഇവിടെ കിട്ടുന്നത് നല്ലതാണ്. കാര്യം ഏതൊരു കൊമേഴ്സ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചും പ്രധാനമായിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു ഏരിയയാണ് ഈ പറയുന്ന ടൈം വാല്യൂ ഓഫ് മണി. അതെന്തായാലും രണ്ടാമത്തെ മൊഡ്യൂളിൽ വന്നിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന കണക്ക് തന്നെ പ്രസൻറ്റ് വാല്യൂവും ഫ്യൂച്ചർ വാല്യൂവും ആന്യൂറ്റി തുടങ്ങിയ കുറേ കോൺസെപ്റ്റ് ഉണ്ട്. ഇതെല്ലാം വെച്ച് തന്നെ പഠിപ്പിച്ചു തരാം. ഓക്കെ, മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് നമുക്ക് എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. അവന്യൂസ്, ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ്, ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്യാം, പോസ്റ്റ് ഓഫീസ് സ്കീംസ് ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഷെയർ ആൻഡ് ഡിബഞ്ചർ, മണി മാർക്കറ്റ്, ഇങ്ങനെ നമുക്ക് നമ്മുടെ രാജ്യത്ത് എവിടെയൊക്കെ പ്രധാനമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും. അപ്പോൾ മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായിട്ടും എവിടെയൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, ഫീച്ചേഴ്സ് എല്ലാം പഠിപ്പിക്കാം. ഓക്കെ, നാലാമത്തതെന്ന് പറയുന്നത് നല്ലൊരു ടോപ്പിക്കാണ് മ്യൂച്വൽ ഫണ്ട്. ഈ മ്യൂച്വൽ ഫണ്ട് എന്ന ടോപ്പിക്ക് ശരിക്കും 3 ഇയർ ഡിഗ്രിക്കും ഉണ്ട്. അവിടെയും നമ്മൾ ഈ ക്ലാസ് എടുത്തതാണ്. അതവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ മ്യൂച്വൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. പലരും മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ജസ്റ്റ് പറയും ഒരുപാട് ആളുകളുടെ നിന്ന് പൈസ വാങ്ങിയിട്ട് എന്തോ ഇൻവെസ്റ്റ്മെൻറ്റ്, അങ്ങനെയൊന്നും അല്ല. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട്, നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മളിതൊന്നും അറിയണമെന്നില്ല. നമ്മൾ കൃത്യമായിട്ട് മ്യൂച്വൽ ഫണ്ടിനെ സമീപിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം പറഞ്ഞു തരും. പക്ഷേ നമ്മൾ പഠിക്കുമ്പോൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്ററൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഓക്കെ, നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കും. പക്ഷേ നിങ്ങൾക്ക് നാളെ വേണമെങ്കിൽ ഇതൊരു ജോലിയായിട്ട് എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്ററെ സഹായിക്കുന്ന പോലെ ഒരു അഡ്വൈസറായിട്ട് മാറാം. മ്യൂച്വൽ ഫണ്ട് അഡ്വൈസർ ജോലിയാണ്. നിങ്ങൾ ഈ കൊമേഴ്സ് പഠിക്കുന്നത് വെറുതെ ആയി പോകത്തില്ല. ഇതൊക്കെ നിങ്ങളുടെ ജോലികളാണ്. അപ്പോൾ അങ്ങനെ ജോലി ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെ ഒരു ചെറിയ കാര്യമല്ല. നോക്കൂ, ഇതൊരു മൊഡ്യൂളാണ്. മ്യൂച്വൽ ഫണ്ട് ഈസ് എ മൊഡ്യൂൾ, ഒരു മൊഡ്യൂളാണ്. അല്ലാതെ വാട്ട് ഡു യു മീൻ ബൈ മ്യൂച്വൽ ഫണ്ട് എന്നല്ല. ഇത് ഞാൻ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഈ സിലബസ് ഇട്ട ആളെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം 3 ഇയർ ഡിഗ്രി, നിങ്ങളുടെയൊക്കെ ചേട്ടന്മാരുണ്ടല്ലോ, ഈ 3 ഇയർ ഡിഗ്രിയെ സംബന്ധിച്ച് ഇതൊരു മൊഡ്യൂളിൻ്റെ ഒരു ടോപ്പിക്ക് മാത്രമായിരുന്നു.
അപ്പോൾ നമുക്ക് എക്സ്പ്ലനേഷന് വളരെ ലിമിറ്റേഷൻ ആയിപ്പോയി. പക്ഷേ അന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താൽ പഠിപ്പിച്ചത്. പക്ഷേ നിങ്ങൾ എന്തായാലും ഭാഗ്യമുള്ളവരാണ്. ഇതൊരു മൊഡ്യൂളായിട്ട് തന്നെ പഠിക്കാം. അതും 4ാമത്തെ മൊഡ്യൂളാണ്. ഓക്കെ, 5ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് റിസ്ക്കുകളെ പറ്റിയാണ്. ഇൻവെസ്റ്റ്മെൻറ്റിലെ പ്രധാനപ്പെട്ട റിസ്ക്. അവിടെ നമുക്ക് പ്രധാനമായിട്ടും സിസ്റ്റമാറ്റിക് റിസ്ക്കും ഉണ്ട്, അൺസിസ്റ്റമാറ്റിക് റിസ്ക്കും ഉണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് പഠിപ്പിച്ചേക്കാം. സോ ഈ 5 മൊഡ്യൂളും നിങ്ങൾക്ക്, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ 5 മൊഡ്യൂളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആവും. ഓക്കെ, ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, ഇതൊരു DSC കോഴ്സാണ്. സോ അതുകൊണ്ട് തന്നെ ഇത് BCom ഫിനാൻസ് പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ, ഇപ്പോൾ ഈ ക്ലാസ് കേൾക്കുന്നതിൽ BCom ഫിനാൻസ് അറിയാമല്ലോ. അങ്ങനെ കുറേ ഉണ്ട്. BCom ഫിനാൻസ് പഠിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് ഫിനാൻസ് മാത്രമല്ല, കോഓപ്പറേഷൻ ഉണ്ട്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ട്, ടാക്സേഷൻ ഉണ്ട്, ഇങ്ങനെ പല കോഴ്സുകളുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ BCom ഫിനാൻസുകാർക്ക് വേണ്ടിയാണ് 3rd സെമ്മിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സബ്ജക്റ്റ്, ഞാൻ ഈ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു സബ്ജക്റ്റ് BCom ഫിനാൻസുകാരുടെ DSC ആയിട്ട് കണ്ടാൽ മതി. ഓക്കെ, ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു, ഈ 5 മൊഡ്യൂളും വെൽ എക്സ്പ്ലെയിൻഡ് ആയിട്ട് പ്രോബ്ലംസ് എവിടെയൊക്കെ വർക്കൗട്ട് ചെയ്യാനുണ്ടോ അവിടെ എല്ലാം പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്തിരിക്കും. ശരിക്കും റിസ്ക്കിനകത്തൊക്കെ പ്രോബ്ലം വേണമെങ്കിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് കാണിച്ചു തരാം. ടൈം വാല്യൂ ഓഫ് മണിയിൽ വേണമെങ്കിൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. കുറച്ചുകൂടി മനസ്സിലാവും. ഇപ്പോൾ രാജു എന്ന് പറയുന്ന ആൾ ഇന്ന് 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തു, 10% ഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റ്, 10 വർഷം കഴിഞ്ഞ് ഇത് കിട്ടുന്നുണ്ട്, ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഇത്ര, ഇങ്ങനെയൊക്കെ പറഞ്ഞതിനേക്കാളും ഈ ഒരു പ്രോബ്ലം ഒന്ന് വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നത് നല്ലത്. അപ്പോൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യിപ്പിക്കാൻ എവിടെയൊക്കെ പറ്റും അവിടെ എല്ലാം പ്രോബ്ലം വർക്കൗട്ട് ചെയ്യിപ്പിക്കാം. എന്നിട്ട് ഈ 5 മൊഡ്യൂൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, സോ തൊട്ടടുത്ത ക്ലാസ്, നെക്സ്റ്റ് ക്ലാസ് മുതൽ നമ്മൾ ഈ സബ്ജക്റ്റ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. BCom ഫിനാൻസുകാരുടെ 3rd സെമ്മിലെ DSC ആയ ഇൻവെസ്റ്റ്മെൻറ്റ് പേപ്പറാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ.